കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയായ പുഴായി ദേശത്ത് ഇനി തിറയാട്ടത്തിന്റെ നാളുകളാണ്. വ്യാഴാഴ്ച നടക്കുന്ന മാവൂർ കോട്ടോലിൽ പരവദേവതാ ക്ഷേത്രത്തിലെ ഉത്സവത്തോടെയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലാ ഗ്രാമങ്ങളിൽ തിറയാട്ടം ആരംഭിക്കുന്നത്. 500ഓളം കാവുകളാണ് പുഴായി ദേശത്തുള്ളത്. പച്ചില മേലാപ്പു തീർത്ത കാവുകളിൽ ഇനി ഓലച്ചൂട്ടിന്റെ അഗ്നിപ്രഭയിൽ ദൈവകോലധാരികൾ നിറഞ്ഞാടും. തലച്ചിലോനും ഗണ്ടാകർണനും ഗുരുദേവനും ഭൈരവനും ഭഗവതിയും നാഗകാളിയുമൊക്കെ ഭക്തർക്കു മുമ്പിൽ അവതരിക്കും. ദൈവവും ഭക്തരും നേരിട്ട് സംവദിക്കുന്ന വേദികളാണ് കാവുകളുടെ മുറ്റം. ഗ്രാമദേവതകളായെത്തുന്ന ദൈവങ്ങൾക്കു മുമ്പിൽ ഭക്തർ തങ്ങളുടെ പരിഭവങ്ങളും പരിദേവനങ്ങളും പങ്കുവയ്ക്കും. ഗ്രാമീണ കൂട്ടായ്മയുടെ വേദിയായ കാവുകളിൽ തിറയാട്ടത്തിന് കൊഴുപ്പേകാൻ കലാസമിതികളും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പഴയ കലകളൊന്നും ശ്രദ്ധിക്കാതെ വരികയും അവർ അകന്നു നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം എന്തോന്നറിയില്ല, നമ്മളെ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും അല്ലാതെ തന്നെ എന്താ പറയാ മാധ്യമങ്ങളിൽ കൂടി കാണിക്കുന്ന നമ്മളെ നാടൻ കലകൾ കണ്ടിട്ടും അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി അന്യം നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിന് പങ്കെടുത്തേ തീരും എന്നുള്ള കുട്ടികളിലും അതിനുള്ളൊരു സംഗതി ഒരു മാനസികാവസ്ഥ അവർക്ക് എത്തിത്തുടങ്ങുകയും അവർ വരാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പാരമ്പര്യവും തനിമയും ചോരാതെ കാഴ്ചക്കാരെ ആകർഷിക്കും വിധത്തിൽ വർണ്ണപ്പൊലിമയോടെയാണ് കലാസമിതികൾ തിറ അണിയിച്ചൊരുക്കുന്നത്. മുമ്പ് കാലത്തൊക്കെ ഇത് ആളുകൾക്ക് ഒരു ദൈവിക ചടങ്ങ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ദൈവിക ചടങ്ങുകളും അതുപോലെ ആഘോഷ പരിപാടികളും ആവുന്ന കൂടെ തന്നെ ആളുകൾക്ക് കാണാൻ ഭംഗിയുള്ള വളരെ ആളുകളുടെ മുമ്പ് കാലത്തുള്ള ആളുകൾക്ക് ഒരു എന്താണോ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ അത് മുഴുവൻ കോലം കെട്ടിയാടുന്ന കോലധാരി പറഞ്ഞു തീർക്കുകയും ദാരികവധം, മൂകാസുരവധം, വസൂരിമാല എന്നീ ആട്ടക്കഥകളൊക്കെ കാവുകളിൽ മാറ്റുകൂട്ടും. പന്തലാട്ടും തോറ്റവും ചൂട്ടുകളയും മിഴിവേകും. തിറയാട്ടത്തിന് മുന്നോടിയായി മെയ്വഴക്കത്തിനും ചുവടുകൾക്കും വേണ്ടിയുള്ള പരിശീലനങ്ങളും പ്രമുഖ കലാസമിതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ചമയങ്ങളും ആടയാഭരണങ്ങൾ ഒരുക്കലും പൂർത്തീകരിച്ചു. പുതുമുറക്കാരുടെ നിറസാന്നിധ്യവും ഇന്ന് തിറയാട്ടത്തിലുണ്ട്. ഇനി വരുന്ന 3 മാസക്കാലം ഗ്രാമങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് പകർന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.